അപ്പോൾ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുമ്പോൾ അത് ചരിത്ര പഠനം കൂടിയായിട്ട് മാറുമെന്ന ഒരു സ്വാഭാവികത അതിനുണ്ട്. എങ്ങനെയാണ് ഈ വിഷയങ്ങളെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫ്രൈഡേ ഇസ്ലാമിക് അക്കാദമിയുടെ അടിസ്ഥാന ടെക്സ്റ്റ് പുസ്തകമായിട്ട് നമ്മൾ കാണുന്നത് ഖുർആനിനെയാണ്. പക്ഷെ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഖുർആൻ പഠനത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ആവശ്യമായ ഹദീസുകൾ വേണ്ടിവരും. ഒപ്പത്തിനൊപ്പം ഹദീസ് പഠനവും നടക്കും. ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫിഖ് കർമ്മശാസ്ത്ര വിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ പഠനത്തെ തന്നെ നമുക്ക് ഫിഖ് പഠനമായിട്ട് കൂടി വികസിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം ഖുർആൻ അടിസ്ഥാനപരമായ ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. ചരിത്രം ഇത്ര അധികം കടന്നു വരുന്ന 30 ജുസിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ധാരാളക്കണക്കിന് ചരിത്ര സന്ദർഭങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുമ്പോൾ അത് ചരിത്ര പഠനം കൂടിയായിട്ട് മാറുമെന്ന ഒരു സ്വാഭാവികത അതിനുണ്ട്. ആ നിലക്കുള്ള ഒരു ഉത്ഗ്രഥിത സമീപനം നമ്മുടെ ഒരു അക്കാദമി മുന്നോട്ട് വെക്കുന്നുണ്ട്.